ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി വല്ലാത്ത പേടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്നുള്ള വിറക്കുന്ന ശബ്ദം അത് ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. പക്ഷികൾ ഒച്ച വെക്കുന്ന കുറെ ദൂരത്തുനിന്ന് കേൾക്കൂലേ? അതുപോലെ കേൾക്കും. പക്ഷികൾ ഇപ്പൊ കുറെ ഒരേ ദൂരത്തുള്ള മരങ്ങളിൽ ഇരുന്നിട്ട് കുറെ പക്ഷികൾ ശബ്ദിക്കാണ്, നമ്മൾ കേൾക്കൂല. ഇങ്ങോട്ട് പക്ഷികൾ നമ്മൾ കാണുന്നുണ്ടാകൂല. അത്ര ദൂരത്തുനിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖൽബിന്റെ വിറക്കുന്ന സൗണ്ട്, ഖൽബ് പിടക്കുന്ന സൗണ്ട് ദൂരത്തുനിന്ന് കേൾക്കാമായിരുന്നു. പടച്ച റബ്ബിനെ പേടിച്ചിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്തമാനം തന്നെ അങ്ങനെയല്ലേ? ഇഷ്ടംപോലെ ആടുകളും ഒട്ടകങ്ങളൊക്കെ അള്ളാഹു നൽകിയ നല്ലൊരു സമ്പന്നനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ പടച്ച റബ്ബിനെ പേടിച്ചിട്ട് എത്ര സമ്പത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ വന്നിട്ട് മലക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം. ആടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, പശുക്കളുണ്ട്, അതുപോലെ തന്നെ കാളകളുണ്ട്. കാള അറിയില്ല മോനെ? കാളുണ്ട്, ഒക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ചോദിച്ചു മലക്ക് വന്നിട്ട്, ഇതൊക്കെ ആരുതാണ്? ഏത് ഈ കാണുന്നതൊക്കെ ആരുതാണ്? നമ്മളോട് നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഒരു 10 ആടുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ എന്ത് പറയും? 5 എന്റേതാണ്, 5 അനിയന്റേതാണ്, 2 അയലക്കത്ത് വിട്ടത് പറയില്ലേ? ഓ, നമ്മളൊരു അവകാശം. എന്താണ് ഈ സ്ഥലത്ത്? ഇതൊക്കെ എന്റേതാ. ഓ, നമ്മൾ കൊണ്ടുപോവല്ലേ? ഇത്രയും സ്വത്തുണ്ടായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദ്യം, ഇതൊക്കെ ആരുതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ മറുപടിയിലില്ല, അള്ളാഹുവിന്റെ അവകാശത്തിലുള്ളതാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വലാകിൻ ഫീ മുൽക്കി, എങ്കിലും ഒരു ചെറിയ സൂക്ഷിപ്പിന് വേണ്ടി ഇപ്പൊ എന്റെ കൈവശത്തിലുള്ളത്. എന്റേതാണെന്ന് പറഞ്ഞില്ല, മറുപടി പോലും ശ്രദ്ധിക്കണം. ഇതൊക്കെ ആരുടേതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്വന്തമാണോ? സ്വന്താണ്. പക്ഷെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അങ്ങനെയാ, അള്ളാഹുവിൻ്റെതാണ്, എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇപ്പൊ ഞാനാണത് നോക്കി നടത്തുന്ന ആള്, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ തിരിച്ചാ മറുപടി, ഇതൊക്കെ എന്റേതാ, ആ മതിൽക്കെട്ട് വരെ എന്റേതാ, അതിന്റെ അപ്പുറം എന്റേതാ. ഓ, എത്ര എന്റേത്, ഒക്കെ നമ്മളതല്ലേ. പടച്ച റബ്ബിനെ പേടിച്ചിട്ടുള്ള മറുപടിയാണ്. ആ പേടിയുള്ള ആളുകൾക്ക് അള്ളാഹു പറയുന്ന ലക്ഷണങ്ങൾ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. ബശ്ശിരിൽ മുഖ്ബിതീൻ, ഭക്തന്മാർക്ക് സന്തോഷം അറിയിക്കൂ നബിയേ. അള്ളാഹുവിനെ ഭക്തി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണം അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, പടച്ച റബ്ബിനെ സ്മരിക്കപ്പെട്ടാൽ അവരെ ഖൽബ് പേടിച്ചു പോകും. അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തന്നെ നമ്മുടെ കഥ കഴിഞ്ഞില്ലേ? പൂർവികരൊക്കെ നോക്ക് നിങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രദേശത്ത് സംവിധാനങ്ങളില്ലാത്ത വീടുകൾ കുറവായിരിക്കും. എല്ലാ വീടുകളിലും സംവിധാനങ്ങൾ അധികരിച്ചായിരിക്കും അല്ലേ? എല്ലാ വീടുകളും ഉണ്ടാവും, മിക്ക വീടുകളും ഉണ്ടാവൂലേ? അരക്കുന്ന മെഷീൻ ഉണ്ടാവൂലേ? തേങ്ങയും മറ്റൊക്കെ അരക്കുന്ന എല്ലാ വീട്ടിലും ഇല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാകും. അലക്കുന്ന മെഷീൻ ഇല്ല? അലക്ക് മെഷീൻ, ഓ, അതുണ്ട്. എയർ കണ്ടീഷൻ മെഷീൻ ഇല്ലേ? തണുപ്പ് തരുന്ന AC, അതുണ്ട്. പിന്നെ ഏതല്ലാത്ത? ഒരു 10 കൊല്ലം മുമ്പോട്ട് ചിന്തിക്ക്. ഉപ്പാപ്പമാര് കിടക്കുന്ന ഉപ്പാപ്പമാരായ ആളുകളൊക്കെ ജീവിച്ച കാലം ഈ സൗകര്യങ്ങളിൽ പലതും സ്വപ്നമാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാ. നമ്മൾ എന്തേ ചെയ്തത്? ആ AC ഒക്കെ ഉള്ള വീട്ടില് കൂർക്കം വലിച്ചുറങ്ങിയിട്ട് ഈ റോട്ടിലൂടെ അങ്ങ് നടന്നാൽ 100 കണക്കിന് പള്ളിയും പള്ളി മിനാരങ്ങളും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. പള്ളി 1 കിലോമീറ്ററിന്റെ പള്ളി ഇല്ലാത്ത സ്ഥലം ഏതാ ഇവിടെ? ഇങ്ങോട്ട് താഴ്ന്ന് ഇങ്ങോട്ട് കയറിയാൽ എന്താ? ഒരൊറ്റ സ്ഥലമില്ല. ഞാൻ വരുമ്പോ ഒരു നോട്ടം നോക്കിയാണ്, ഇറക്കിപ്പെറുക്കി നോക്കിയില്ല, എണ്ണിപ്പെറുക്കി നോക്കിയിട്ടില്ല. നിസ്കാര പള്ളികൾ അത് വേറെ, പക്ഷെ ആളത്ര കുറവാണ്. നിങ്ങൾ നല്ല സൗകര്യമുള്ള നിസ്കാര പള്ളിയിൽ ഞാൻ ഇവിടെ വന്ന് നിസ്കരിക്കാൻ പോയി സുബൈക്ക്. ആ പള്ളിന്റെ ഒരു സൊഫ് പോലും ആളില്ല. ആള് നാട്ടിലില്ലാത്തോണ്ടല്ല, എല്ലാവരും സുഖത്തിലാണ്. എന്ത് സുഖം? ആ AC-ന്റെ സുഖം. കുട്ടികളതാ പറയുന്നത്, AC-ന്റെ സുഖം. ആ സുഖം ദഹിക്കണമെങ്കിലേ പടച്ച റബ്ബ് തന്ന അനുഗ്രഹ ഒന്ന് എഴുന്നേറ്റ് വരണം. ഒന്ന് വാങ്ക് കേട്ടിട്ട് എഴുന്നേറ്റ് വരണം സഹോദര. എഴുന്നേറ്റ് വരാൻ തടസ്സമുണ്ടോ? വീട്ടിൽ 5 ആണുങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വാഹനമുള്ളത്? 5 എണ്ണം. ഇനി ഉമ്മാരത്തും ചേർത്തൊന്ന് 6 എണ്ണം. അപ്പൊ അങ്ങനെയും കൂട്ടണല്ലോ. പഴയ കാലത്ത് അങ്ങനെ കൂട്ടണ്ടില്ലേ? അപ്പൊ അങ്ങനെയും കൂട്ടണം.
കോളേജ് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ പിന്നെ എണ്ണം കൂട്ടണം, 7-8 കൂട്ടണം. പക്ഷെ അതൊക്കെ നമ്മളെ താല്പര്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. പടച്ച റബ്ബിനുള്ള ശുക്രായി മാറിയിട്ടില്ല. ശുക്രാണോ അവിടുന്ന് എഴുന്നേറ്റ് വരണം, ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരണം. വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ ഇന്നുമുണ്ട്. വാഹനത്തിൽ വരാൻ കഴിയാതെ വേച്ച് നടന്നു വരുന്നവരുണ്ട്. നമ്മൾ നല്ലോണം ചിന്തിക്കണം. ആകെ 13 ജമാഅത്ത് മാത്രമേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ. 13 ജമാഅത്ത് മാത്രമേ വീട്ടിൽ വെച്ച് നിർവഹിച്ചിട്ടുള്ളൂ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഭക്തന്മാരുടെ അടയാളം പറയുമ്പോ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മനസ്സിനൊരു പേടി, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള പേടി. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിനൊരു ചെറിയ പിശക് പറ്റിയാൽ ദുആ ചെയ്യാത്ത സദസ്സുകളുണ്ടോ? വിതുമ്പിക്കരയാത്ത സദസ്സുകളും ഉപ്പമാരും ഉമ്മമാരും ഉണ്ടോ? കുടുംബക്കാര് കരയാത്തവരുണ്ടോ? പക്ഷേ കഴിഞ്ഞ കാല ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്ക് കൂട്ടുമ്പോ ദ്വാരക്കണോ ദ്വാരക്കണ്ടേ, ദ്വാരക്കണോ ദ്വാരക്കണ്ടേ, ഇഖ്ലാസോടെ ദ്വാരക്കണോ രോഗം മാറാൻ? ആ ആരോഗ്യ സമയത്ത് അദ്ദേഹം നല്ലോണം ദീനിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആഖിറത്തിന് വേണ്ടി ആരോഗ്യം ചെലവഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ദ്വാരക്കണ്ടാതെ തോന്നിപ്പോകും പലപ്പോഴും. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് മനസ്സിനൊരു പേടി. ഒന്നാമത്തെ അടയാളം അതാണ്, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. രണ്ടാമത്തെ അടയാളം വസ്വാബിരീന അലാ മാ അസ്വാബഹും. എന്ത് വിപത്ത് പറ്റിയാലും ക്ഷമിക്കാനുള്ള കഴിവ്, വിപത്തുകളുടെ മേൽ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും. അസ്വാരസ്യങ്ങളോ രോഗങ്ങളോ അസ്വസ്ഥതകളോ വന്നേക്കാം, ക്ഷമയോടെ നേരിടണം. പരീക്ഷണങ്ങൾ വന്നേക്കാം, ക്ഷമയോടെ നേരിടണം. വിശ്വാസം അവിടെ കളയരുത്. അള്ളാഹുവിനുള്ള അർപ്പണബോധം മുറിഞ്ഞു പോകരുത്. കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് അവസാനിപ്പിക്കരുത്. ദുആ നിർത്തിക്കളയരുത്. സ്വതക്ക കൊടുക്കുന്നത് കുറെ കൊടുത്തു മതിയാക്കരുത്. പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല സ്വബർ വേണം. ഒറ്റ സ്വബറിലും നമ്മൾ ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. 80 കൊല്ലക്കാലം മകനെ കാണാതെ ക്ഷമിച്ചു ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം ചേട്ടന്മാര് ബാപ്പയുടെ അടുത്ത് നിന്ന് അടർത്തിക്കൊണ്ടുപോയിട്ട് പിന്നെ ആ മകനെ കാണുന്നത് 80 കൊല്ലത്തിന് ശേഷമാണ്. ആ 80 കൊല്ലവും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ഒന്നാണ്. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. മക്കൾ എന്ത് വന്ന് പറഞ്ഞാലും മറുപടി ഒന്നാണ്, മക്കളെ ഞാൻ ക്ഷമിക്കുന്നു, നല്ല ക്ഷമ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേവലാതിപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തോ? നിരാശ കൊണ്ട് എന്തെങ്കിലും ഗതികേടുള്ള വാക്കുകൾ പറഞ്ഞോ? ഇല്ല. വേറെ എന്തെങ്കിലും മാർഗങ്ങളിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന മുസീബത്തുകളിൽ ക്ഷമ വേണം. സാമ്പത്തിക രംഗത്ത് ക്ഷീണം വരാം, ശാരീരിക രംഗത്ത് ക്ഷീണം വരാം, കുടുംബപരമായിട്ട് ക്ഷീണം വരാം. നല്ല സ്വബർ വേണം. സ്വബറിനെതിരായിട്ടുള്ളൊരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകരുത്. കുറെ വന്നിട്ട് ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയരുത്. ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കാനുള്ള നല്ല കഴിവ് വേണം. ക്ഷമ കൊണ്ടേ ക്ഷമിക്കാനുള്ള കഴിവ് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എന്നാ പിന്നെ നിങ്ങൾക്ക് സ്വർഗവും അല്ലാഹു തആല തന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വല്ലാത്തൊരു ക്ഷമയാണ് സഹോദരങ്ങളെ. സ്വഹാബി വനിതകളിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സ്വഹാബിയത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാന് അപസ്മാര രോഗമുള്ള ഒരു പെണ്ണാണ്. അപസ്മാര രോഗം വന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഴും. എപ്പോഴും ഉണ്ട് നബിയെ എനിക്ക് അപസ്മാര രോഗം. ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണം. അപ്പൊ ആ പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബിരി ഫലക്കിൽ ജന്ന. ക്ഷമിച്ചോ പെണ്ണെ, അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഈ രോഗത്തിന് ക്ഷമിച്ചോളൂ.
എല്ലാ രോഗവും മാറുമോ? മാറൂല. മാറാത്ത രോഗങ്ങളുണ്ടാവും. അത് ചിലപ്പോ ചില ആളുകൾക്ക് ദറജ കൂടാനായിരിക്കും, ചിലർക്ക് കഫാറത്തായിരിക്കും, ചിലർക്ക് ബാക്കിയുള്ളവർക്ക് ക്ഷമിക്കാനും മറ്റുള്ള വകുപ്പായിരിക്കും. പല രൂപത്തിലും വരാം. ചിലർക്ക് ദുന്യാവ് തന്നെ നന്നാകാനുള്ള ചാൻസ് ആയിരിക്കും, ചിലർക്ക് ആഖിറത്തിലേക്ക് ദറജ കൂടാനായിരിക്കും. പല രൂപത്തിലും വരാം. ഇരിക്കട്ടെ, ക്ഷമിച്ചോ പെണ്ണെ, സ്വർഗണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് ഉടനെ പറഞ്ഞു, സഹോദരങ്ങളെ സഹോദരിമാരെ, ക്ഷമിച്ചു നബിയെ, അപസ്മാര രോഗത്തിന് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ തങ്ങൾ എനിക്ക് ദ്വാർക്കണം. ഞാൻ എപ്പ വീണാലും എനിക്കുള്ളൊരു വിഷമം എന്താണെന്നറിയോ? അപസ്മാര രോഗം വന്ന് വീഴുമ്പോ എനിക്ക് ബോധം ഉണ്ടാകൂല. അപ്പൊ എന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ, എന്റെ ജനങ്ങൾ കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ, എന്റെ കാതും എന്റെ കാലും എന്റെ കാലിന്റെ മേൽപോട്ടുള്ള ഭാഗങ്ങളൊക്കെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ എപ്പ വീണാലും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും കാണാതിരിക്കാൻ ഒന്ന് ദ്വാർക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അതിന് ദുആ ചെയ്തു കൊടുത്തു. പിന്നെ ആ പെണ്ണ് എപ്പ വീഴുകയാണെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗവും വസ്ത്രം വെളിവാകാറില്ല. ആ പെണ്ണിങ്ങനെ പോകുമ്പോ സ്വഹാബത്ത് പറയാറുണ്ട്, സ്വർഗത്തിൽ കടക്കുന്ന ഒരു പെണ്ണിനെ കാണണോ, അങ്ങോട്ട് നോക്കിക്കോളൂ. അപസ്മാര രോഗം വന്നിട്ടും ക്ഷമിച്ചോളാന്ന് വാക്ക് പറഞ്ഞൊരു പെണ്ണാണ്, സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ്. ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ക്ഷമയോടുകൂടെ കാരണങ്ങളുമായി ബന്ധപ്പെടണം. ക്ഷമിച്ചിട്ടും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ കാണാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മകനെ പറ്റി അള്ളാഹിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. മക്കളോട് പോയി തിരയാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ മാറ്റി വെക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ക്ഷമയോടുകൂടെ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യണം, ദുആ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ഖൈറാത്തുകളുമായി ബന്ധപ്പെടണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നിർത്താന്നല്ല അതിന്റെ അർത്ഥം. ക്ഷമയോടുകൂടി കാരണങ്ങളുമായി ബന്ധപ്പെടുക. ആവലാദികൾ വേവലാദികൾ ഒഴിവാക്കുക. നിരാശപ്പെടുത്തുന്നൊരു വാക്കും പറയാതിരിക്കുക. ഇനി അത് മാറൂല എന്ന് തീർച്ചപ്പെടുത്തി നമ്മൾ നിശ്ചയിക്കാതിരിക്കുക. അള്ളാഹു അല്ലേ മാറ്റിത്തരുന്നവൻ. ചിലതിന് അള്ളാഹു തആല കുറെ കാലം വെച്ചിട്ടുണ്ടാകും. രണ്ടാമത്തെ അടയാളം വിപത്തുകളിൽ ക്ഷമിക്കലാണ്, പ്രതിസന്ധികളിൽ ക്ഷമിക്കലാണ്. ഇബാദത്തിന്റെ മാർഗം നമ്മുടെ ശരീരത്തിന് സന്നിവേശിപ്പിക്കുന്നതിൽ ക്ഷമ വേണം. സാധാരണ ഒരു ക്ഷമ മാത്രമല്ല, 3 തരം ക്ഷമയുണ്ട്. മഹാന്മാർ എണ്ണി പറഞ്ഞു. അസ്സബ്റു അനിൽ മഅസിയ, ഞാൻ പരത്തി പറയുന്നില്ല, സമയം പരിമിതമാണ്. ദോഷങ്ങളിൽ നിന്ന് ക്ഷമിക്കാനുള്ള കഴിവ്, അതൊരു ക്ഷമയാണ്. അസ്സബ്റു അനിൽ ബലാ, പരീക്ഷണങ്ങളിൽ നിന്ന് ക്ഷമിക്കാനുള്ള കഴിവ് ഒരു ക്ഷമയാണ്. അസ്സബ്റു അലൽ ത്വാഅ, ആരാധനകളിൽ ക്ഷമിക്കാനുള്ള കഴിവ്. 3 ക്ഷമയുണ്ട്. അതിലേറ്റവും വലുത് അസ്സബ്റു അനിൽ മഅസിയ, കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ്. കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതെ ശരീരത്തെ തടഞ്ഞു നിർത്താനുള്ള ക്ഷമ ചെറിയ ക്ഷമയായിട്ട് കൂട്ടാൻ പറ്റുമോ? സൗകര്യങ്ങൾ ഏറെയാണ്, സംവിധാനങ്ങൾ ഏറെയാണ്. ആരും കാണാത്തതും പലതിനും സംവിധാനങ്ങളും അനുവാദങ്ങളും ഏറെയാണ്. എല്ലാറ്റിനും അനുവാദങ്ങളല്ലേ, അംഗീകാരങ്ങളല്ലേ? തോന്നും പോലെ ചെയ്യാനല്ലേ ഇപ്പൊ അംഗീകാരമുള്ളത്. അവിടെയൊക്കെ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ വലിയ കഴിവ് വേണം. അപ്പൊ നല്ല സ്വബർ, അത് രണ്ടാമത്തെ അടയാളമാണ്. വസ്വാബിരീന അലാ മാ അസ്വാബഹും, മൂന്നാമത്തെ അടയാളം വൽ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. ഒന്ന് പറയട്ടെ സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരോട്, സ്നേഹിതന്മാരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കളിയിൽ ഏർപ്പെട്ടാലും നിസ്കാരം ഖളാക്കുന്നൊരു കളിയും നടത്തരുത്. അത് ഏത് കളിയാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. വൈകുന്നേരം തുടങ്ങിയിട്ട് ഇശാ വരെ നീണ്ടു നിൽക്കുന്നതാണ്. നമുക്കവിടെ അസുറിന്റെ ഒരു ബാധ്യതയുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അന്ന് നിർത്തിയേക്കണം സഹോദരാ. ദുനിയാവിന്റെ കളി നിന്നെ വഞ്ചനയിൽ വീഴ്ത്തിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് കൈകടിക്കേണ്ടി വരും. വൽ മുഖീമിസ് സ്വലാ, ഉപ്പമാരോട് പറയട്ടെ, ലാഘവത്തോടെ കാണേണ്ടതല്ല നിസ്കാരം. നിസ്കാരത്തിനല്ലേ ആദ്യമായി കൽപ്പന പുറപ്പെടുവിക്കാൻ നമ്മോട് പറയുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കല്ലേ 7 വയസ്സ് പ്രായമാകുന്നത്. ഇതിൽ 2ാം ക്ലാസ് വരണ്ടാ?
ആ ഉണ്ട്, 2ാം ക്ലാസ്സുകാരുണ്ട് അല്ലേ? ഈ ബാക്കിലുള്ളവർ എത്രാം ക്ലാസ്സിലാ? ഇതിന്റെ ബാക്കിലുള്ളവർ അതിന്റെ ബാക്കിലുള്ളവർ 3ലാ 4ലാ? ആ, അപ്പൊ നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കും ഒരു ഒഴിഞ്ഞു മാറുന്നൊരു ശൈലിയുണ്ട്. പിള്ളാരല്ലേ, അവർ 4ലല്ലേ എത്തിയിട്ടുള്ളൂ, 5ലല്ലേ എത്തിയിട്ടുള്ളൂ, 10ാം ക്ലാസ്സിലല്ലോ, കല്യാണം കഴിച്ചൊരു കുട്ടിയൊന്നും ആയിട്ടില്ലല്ലോ, എന്തിനാ ഇപ്പൊ തന്നെ നിസ്കരിക്കാൻ പറഞ്ഞ്? നമ്മൾ തന്നെ അങ്ങനല്ലേ, നിങ്ങൾ തന്നെ അങ്ങനെ ജീവിച്ചെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത തലമുറ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളെ തീരുമാനം. എന്നാ പിന്നെ നമ്മൾ വളരുന്നത് വെറുതെ. എങ്ങനെയാണ് ദീന് പഠിപ്പിച്ചത്? നിങ്ങളെ ഞൈഞ്ഞ എങ്ങനെയെന്നല്ല, നിങ്ങളെ ഞൈഞ്ഞ സ്വഭാവം എങ്ങനെയെന്നല്ല ദീന് ചോദിക്കുന്നത്. ദീൻ എങ്ങനെ പഠിപ്പിച്ചത്? മുറു ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സ് പ്രായമായാൽ മക്കൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. രക്ഷിതാക്കൾക്ക് നിർബന്ധ ബാധ്യതയാണത്, സുന്നത്തല്ല. 5 വക്ത് നിസ്കാരം മക്കളെ പരിശീലിപ്പിക്കേണ്ട തുടക്കം 7ാമത്തെ വയസ്സിലാണ്. കുട്ടി 2ാം ക്ലാസ്സിലായിട്ടുണ്ടാവുള്ളൂ. എന്താ തോന്നുന്നത്? ഒരു പീഡനാൻ തോന്നുന്നുണ്ടോ? ദീനിന്റെ നിയമമാണ് പറഞ്ഞത്. അംഗീകരിക്കാനുള്ള കഴിവ് വേണം, അനുസരിക്കാനുള്ള ബുദ്ധി വേണം, തീരുമാനം വേണം. നമ്മളും ഇപ്പൊ ചെറുപ്പത്തിൽ കുറെ കളിച്ചിരുന്നില്ലേ? അവരും കളിച്ചോട്ടെ, അങ്ങനെ ഞങ്ങൾ വെക്കുന്നത്. നബി ഞങ്ങളെ തലയിലും കയറി കളിക്കണം, അങ്ങനെ വേണ്ടത്. ആ അഭിപ്രായമാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് ശരിക്കും. കാരണം മക്കളെ തള്ളിവിടുന്ന, നരകത്തിലേക്ക് തള്ളിവിടുന്ന വാപ്പാരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നല്ല കർശനമാക്കണം നിസ്കാരത്തിന്റെ വിഷയം. അതിലൊരു വിട്ടുവീഴ്ചക്ക് ഒരു വാപ്പയും ഒരു ഉമ്മയും സപ്പോർട്ട് നിൽക്കരുത്. പ്രത്യേകിച്ച് സുബിഹി വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് 2ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള സർവണ്ണത്തിനെയും വിളിച്ചുണ്ടണം. അതല്ലേ ഈ കൽപ്പിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ ചോറിച്ചാ ചായ കുടിച്ചാ, ആ ബാത്റൂമിൽ പോയാ പോയി എന്നാ പറയും. അതുപോലൊരു കൽപ്പന നിസ്കാരം. അതൊക്കെ ഹലാലാ. ഭക്ഷണം കഴിക്കല്, ഉറങ്ങല്, ബാക്കിയൊക്കെ ഹലാലാ. ഇത് നിർബന്ധ. നിസ്കാരം നിർബന്ധമാണ്, നിർബന്ധമായി തന്നെ കൽപ്പിക്കണം. ഇപ്പൊ 3ലും 4ലും 5ലും 6ലും 7ലും എത്തിയിട്ട് 5 വക്ത് നിസ്കരിക്കാത്ത അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മളാണ് ഇവിടെ ദുർബലര്. ആര്? ബാപ്പയും ഉമ്മയും വല്ലിപ്പയും ബാക്കിയുള്ള കുടുംബക്കാരും അടങ്ങുന്ന ഈ സമൂഹം. ഉപ്പാപ്പയും ഉപ്പാനുപ്പാപ്പയും ഉമ്മാമ്മമാനന്മാരെയും കാര്യമില്ല. കുട്ടികളെ കളിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിനല്ല അള്ളാഹു നമുക്ക് ദീർഘായുസ് എന്നത്. ദീനിയായിട്ട് അവരെ വളർത്താനാ. കൊഞ്ചിക്കണം, കളിപ്പിക്കണം ഒക്കെ വേണം. കളിക്കോപ്പുകളൊക്കെ വാങ്ങിക്കൊടുക്കണം അതിന്റെ പ്രായത്തില്. 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. 10ാം വയസ്സിൽ ഒരു കുട്ടി എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്സിലല്ലേ എത്തുന്നുള്ളൂ അല്ലേ? 5 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. മദ്രസിലെത്തിയിട്ട് 5 കൊല്ലം 5ാം ക്ലാസ്സിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സെത്തിയിട്ട് അടിച്ചിട്ടുണ്ടോ? അതൊന്നും വേണ്ട ഉസ്താദേ, നമ്മൾ തന്നെ അങ്ങനെയാണ്. നമ്മളല്ലേ നിസ്കാരം തുടങ്ങി തന്നെ പെണ്ണിട്ടി 2 കുട്ടികളായിട്ടാണ്. പിന്നെ ഇപ്പൊ എന്താ ഈ കുട്ടികളെ പറയാൻ കാരണം അല്ലേ? പിന്നെന്താ നമ്മൾ അവരെ പറയാം? നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? അതുപോലെ തന്നെ അവരും വളർന്നോട്ട് അങ്ങനെ വെക്കണ്ടി. നമ്മൾ ആ ജാഹിലിയ കാലത്തായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. ഒരു ബോധം വെച്ച കാലല്ലേ? 10 വയസ്സായിട്ടും നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. അതിന്റെ മുമ്പുള്ള 4 കൊല്ലമോ നിസ്കാരത്തിന്റെ പരിശീലനം നൽകണം. കൂടെ എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കണം. ബാധ്യതയാണ് സഹോദരങ്ങളെ. എന്നോടും നിങ്ങളോടും ചോദ്യമുണ്ട്. ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, ചോദ്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ട്. മക്കളെന്ന് പറയുന്ന അനുഗ്രഹം തന്നിട്ട് നന്ദികേട് ചെയ്തു അല്ലേ? ഒരു കുട്ടിയെ കിട്ടിയാൽ ദീനിയായിട്ട് വളർത്തുമെന്നല്ലേ നിന്റെ നിശ്ചയമുണ്ടായിരുന്നത്? തന്നു നോക്കുമ്പോ നന്ദികേട് ചെയ്തു അല്ലേ? എന്നിട്ട് SSLC-യിൽ അവൻ എത്തിയിട്ടും കളിക്കാൻ പോയിട്ട് അസ്ർ നിസ്കരിക്കാതെ വരുന്നവന്, മഗ്രിബ് നിസ്കരിക്കാതെ വരുന്നവന്, ഇശാ നിസ്കരിക്കാതെ വരുന്നവന് ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കിയല്ലേ? എത്ര വലിയ നന്ദികേടാ നീ ചെയ്തത്. അങ്ങനല്ലേ ചില ആളുകള് ഒരു മക്കളുണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു. അള്ളാഹു അങ്ങ് കൊടുത്തപ്പോ നേരത്തെ അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് അള്ളാഹു മക്കളെ തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ മക്കളെ നല്ല നിലക്ക് വളർത്തിയിട്ട് ശാക്കിരീയങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന്. മക്കളെ അങ്ങ് അള്ള കൊടുത്തപ്പോ അവരും അവകാശവാദം ഉന്നയിച്ചു. അള്ള മാത്രം നിശ്ചയിച്ച മക്കളുണ്ടാകോ? ഞങ്ങളും കൂടി ഇടപെട്ടത് കൊണ്ടല്ലേ മക്കളുണ്ടായത്. ഞങ്ങൾക്കും ഇതിലൊരു അധികാരമുണ്ട്, ഞങ്ങൾ
ഞങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ട്, ഞങ്ങൾക്കും ഇതിലൊരു മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളർത്തും പോലെയാണ് ഞങ്ങളെ മക്കളെ. നഊദു ബില്ലാഹ്. ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, 10ാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണമെന്ന് പറയുമ്പോ നിസ്കാരത്തിന്റെ വിഷയം എന്തൊരു ഗൗരവമാണ്. ആ ഒരു ടൈമില് നോമ്പ് നോൽക്കാൻ ആഫിയത്ത് എത്തിയിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? ആരോഗ്യം നോമ്പ് നോൽക്കാൻ മാത്രം ആയിട്ടില്ല, നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലല്ലോ. അതേ സമയത്ത് ഹജ്ജ് ചെയ്യാൻ കഴിവെത്തിയിട്ടില്ല, ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥയും എത്തിയിട്ടില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ. അതിനൊക്കെ മുമ്പ് തുടങ്ങുന്നതല്ലേ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തില് നല്ല കാർക്കശ്യം പുലർത്തേണ്ടതുണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൂടാ. ഭക്തന്മാരുടെ അടയാളം വൽ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ്, ഒരൊറ്റ വഖ്തും വിടാതെ നിസ്കരിക്കുന്നവരാണ്. സുബ്ഹി നിസ്കരിക്കാത്ത കുടുംബമാണോ? ബറക്കത്ത് കുറവാണ്. ജോലിക്ക് പോയിട്ട് നിസ്കാരം കളാക്കുന്നവരാണോ? ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല, ആഖിറത്തിൽ മോചനം പ്രതീക്ഷിക്കേണ്ടതില്ല, പോയി കിടക്കുന്ന ഖബറിൽ രക്ഷ പ്രതീക്ഷിക്കേണ്ടതില്ല, മൗത്തിന്റെ നേരത്ത് ഈമാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. പഠിക്കാൻ പോയിട്ട് നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് ളുഹറും അസ്റും മഗ്രിബും ഇശാഉം തറാവീഹ് പോലെ നിസ്കരിക്കുന്ന മക്കളാണോ നിങ്ങൾക്കുള്ളത്? ഗതികേട് തന്നെ. പണം ഇത്തിരി കൂടുതലാണ്, ഇസ്ലാമിക ക്യാമ്പസുകളുണ്ട്, ഒരു നിസ്കാരവും ഖളാ ആകാതെ മാന്യതയോടെ പഠിപ്പിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. അവരെ കാണിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കും, ഈ ബാപ്പ മകളെ പഠിപ്പിച്ചത് ഒരു ളുഹറും അസ്റും ഒന്നും ഖളാ ആക്കാതെ 10,000 15,000 മാസം ഫീസ് കെട്ടിയിട്ട് ലോക്കലായിട്ട് നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടേക്കാതെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിസ്കാരമൊന്നും പോകരുത്, ദീനിയായ അവസ്ഥയൊന്നും പോകരുത് എന്ന് കരുതിയിട്ട് അധ്വാനിച്ച് വളർത്തി ഈ ബാപ്പയെ നിനക്ക് മാതൃകയാക്കി കൂടായിരുന്നില്ലേ? ഈ ഉമ്മയെ നിനക്ക് സ്വീകരിച്ചൂടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം വരുമ്പോ നമ്മളെ ദുനിയാവിന്റെ ഭംഗി കൊണ്ടും സൗന്ദര്യം കൊണ്ടും എങ്ങനെ രക്ഷപ്പെടാനെന്നാണ് നമ്മൾ നോക്കുക. രക്ഷപ്പെടാനൊക്കൂല. ചില ക്യാമ്പസിനകത്ത് പോയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പരിതസ്ഥിതിയാണ്. ളുഹറും പോയി അസുറും പോയി, അങ്ങനെ വർഷങ്ങളോളം നേടിയെടുത്ത ബിരുദത്തിന് ജയിക്കാൻ പറ്റുമോ? ആ ഖളാക്കിയതിനൊക്കെ ചെറിയ തൗബ മതിയാകുമോ? ഒരൊറ്റ നിസ്കാരം സമയത്തിൽ നിന്ന് നീങ്ങിയപ്പോൾ ഏറ്റവും അധികം വിഷമം കൊണ്ട് ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപല്ല് പൊട്ടിച്ച് കല്ലെടുത്തെറിഞ്ഞവർക്കെതിരെ തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ. ഉഹദിന്റെ രണഭൂമിയിൽ അവിടുത്തെ നെറ്റിയിലേക്ക് എറിഞ്ഞിട്ട് രക്തം ധാരധാരയായി ഒഴുകിയില്ലേ? അവിടുത്തെ കൈവിരൽ പൊട്ടിയിട്ട് രക്തം ഒഴുകിയില്ലേ? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഏറുകൊണ്ടിട്ടില്ലേ? ത്വായിഫിൽ വെച്ച് കുട്ടികളെ കൊണ്ട് ശത്രുക്കളെ കല്ലെറിയിപ്പിച്ചില്ലേ? അവർക്കെതിരെ ദ്വാരക്കാത്ത പലരും ചെയ്തിട്ടും ദ്വാരക്കാത്ത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖിൽ വെച്ച് ഒരൊറ്റ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് നീങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമരമുഖത്ത് ശുഗലാക്കി കളഞ്ഞ സഖ്യകക്ഷികളായ ജൂതന്മാരും മുശ്രിക്കുകളും കാഫിരീങ്ങളും അവർക്കെതിരെ ഒരു ദുആ തങ്ങൾ നടത്തിയില്ലേ? മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ. അവരെ ഭവനങ്ങളും അവർ കിടക്കുന്ന ഖബറുകളും തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. ശഗലൂന അനിസ്സലാത്തിൽ വുസ്താ. ഈ അസ്ർ നിസ്കാരത്തിന്റെ സമയം നമ്മുടെ ശ്രദ്ധ അവർ തിരിച്ചു കളഞ്ഞല്ലോ. സഹിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അള്ളാഹുവിനോടുള്ള മുനാജാത്ത് അതൊരു നേരം നഷ്ടപ്പെടുക എന്നുള്ളത് ചിന്തിക്കാനൊക്കൂല.
നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമ്മമാരെ, സഹോദരങ്ങളെ, യുദ്ധത്തിന് പോകുമ്പോ ബദറിലേക്ക് പോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാൻ കഴിയാതെ യാത്ര ക്ഷീണിതരായ സ്വഹാബത്തിനോട് പലരോടും നോമ്പ് മുറിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു. അതേ സമയത്ത് യുദ്ധരംഗങ്ങളിൽ നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തില്ല. ഒരു വിട്ടുവീഴ്ച കൊടുക്കുമായിരുന്നെങ്കിൽ അതിന് പറ്റിയ ഒരു സന്ദർഭമായിരുന്നു, ഒരു ഘട്ടമായിരുന്നു യുദ്ധരംഗം. ആ യുദ്ധരംഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി, നിസ്കരിച്ചോളണം. നിസ്കരിക്കണം എന്ന് മാത്രമല്ല, ജമാഅത്തായി നിസ്കരിക്കണം. അപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ, സ്വഹാബിമാർ, ശത്രുക്കൾക്ക് നേരെ കാവൽ നിൽക്കുക. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ച്, ഒരു റക്അത്ത് സ്വന്തം നിസ്കരിച്ച് സലാം വിട്ടുക. എന്നിട്ട് ഇവരവിടെ പോയി കാവൽ നിൽക്കുക. അവിടെ കാവൽ നിൽക്കുന്ന ആൾ വന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ തങ്ങളോടൊപ്പം തുടരുക. എന്നിട്ട് റക്അത്ത് അവർ സ്വന്തമായി നിസ്കരിക്കുക. അവരെയും കൂട്ടിയിട്ട് തങ്ങൾ സലാം വിട്ടുക. 3-4 ശൈലികളുണ്ട്, അതിൽ ഒരു ശൈലിയാണത്. അപ്പോൾ പോലും ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു കൽപ്പന. ഇതൊരു ചെറിയ വിഷയമാണോ സഹോദരങ്ങളെ? നിസ്കാരം ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റിയതാണോ? നോമ്പ് നോറ്റാളുകൾ ക്ഷീണിച്ചപ്പോ ഒഴിവാക്കാനല്ലേ പറഞ്ഞത്, നോമ്പ് മുറിക്കാനല്ലേ പറഞ്ഞത്? പക്ഷേ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ഷീണം എന്ന നിലക്ക് വിട്ടുവീഴ്ച കൊടുത്തോ? പിന്നെയല്ലേ നമ്മുടെ കല്യാണവും സൽക്കാരവും മറ്റുമൊക്കെ. കരളിന്റെ കഷ്ണങ്ങളായ സുഹൃത്തുക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിസ്കാരം നമ്മുടെ ശിരകളിൽ ലയിക്കണം, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ലയിക്കണം. നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തം നമ്മുടെ ഇറച്ചിയോട് എത്രമാത്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്. അതിനേക്കാളും നമ്മളെ ഖൽബിനോട്, ശരീരത്തോട് നിസ്കാരത്തിന് വലിയ ബന്ധം വേണം. നിസ്കരിക്കുന്നവർ എന്നല്ല അള്ളാഹു പറഞ്ഞത്, വൽ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ, കൃത്യമായും നിത്യമായും നിസ്കരിക്കുന്നവർ. നിസ്കരിക്കുന്നവർ എന്നാ പറഞ്ഞെങ്കിൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളുകൾക്കും കടന്നുവിടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനല്ല ഭക്തന്മാരുടെ ഇടയാണ് പറഞ്ഞത്, വൽ മുഖീമിസ്സലാ. അതുകൊണ്ടാ നിസ്കാരത്തെ പറ്റി അങ്ങനെ അള്ളാഹു പറഞ്ഞത്. നിസ്കാരം ഭക്തിയുള്ള ആളുകൾക്ക് എളുപ്പ. നിസ്കാരം വലിയൊരു സംഗതിയാണ്. ഭക്തിയുള്ള ആളുകൾക്കൊഴികെ അവർക്ക് നിസ്കാരം നല്ല സന്തോഷമാണ്. നിസ്കാരം ഒഴിവായി പോകുന്നവർക്ക് സഹിക്കാൻ പറ്റൂല. ഏതായി ഭക്തന്മാര്, എന്താണ് അവരെ മനസ്സിന്റെ ധാരണ? അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബിനെ അഭിമുഖീകരിക്കാനുണ്ട്. ആരെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ കാണാൻ ഒരു ദിനം വരാനുണ്ട്. അന്ന് റബ്ബുമായി ശരിക്ക് അഭിമുഖം നടത്തിയിട്ട് സംവദിക്കുന്ന ഒരു സമയം വരും. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. ആ ഉറച്ച വിശ്വാസത്തോടെ, ബോധത്തോടെ കഴിയുന്നവർ, അവരാണ് ഭക്തന്മാർ. അവർക്ക് നിസ്കാരം എളുപ്പമാണ്. എത്ര പ്രായാധിക്യത്തിലും അവർ നിസ്കരിക്കും, എത്ര സാഹസികതയിലും അവർ നിസ്കരിക്കും. നിസ്കാരം ഒഴിവാക്കുന്നത് അവർക്ക് അസഹ്യമാണ്. അതുകൊണ്ട് പറയട്ടെ, എന്ത് തിരക്കിലാണെങ്കിലും, എന്ത് ഡ്യൂട്ടിയിലാണെങ്കിലും, എന്ത് വിഷയത്തിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു സംഗതിയില്ല. നിങ്ങൾ ഏത് യാത്ര പോകുന്ന യാത്രക്കാരാണെങ്കിലും നിസ്കരിക്കണം കേട്ടോ. ദീർഘദൂര യാത്ര നടത്തുന്നവർക്ക് അല്ലാഹു നിസ്കാരം എളുപ്പമാക്കി തന്നില്ലേ? അതേ 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജമ്മും ഖസുറുമാക്കി നിസ്കരിക്കാമല്ലോ. എന്തൊരു എളുപ്പമാണ് അല്ലാഹു തആല തന്നത്. അത് അതിനേക്കാളധികം ഒരു 190 കിലോമീറ്ററിലധികമുണ്ടെങ്കിൽ ഖസുറാക്കി നിസ്കരിക്കുന്നത് അഫ്ളലാണ്, ജായിസാണ് എന്നതിന്റെ പുറമെ അതിനാണ് ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹു നൽകിയ എളുപ്പമല്ലയോ? ആ എളുപ്പങ്ങളൊക്കെ സ്വീകരിച്ച് നിസ്കാരം മുറതെറ്റാതെ നിർവഹിക്കണം. അവസാന ഘട്ടം വരെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാക്കാതെ നിർവഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നാട്ടിലുണ്ട് നിസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്ത രോഗികള്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, വാർത്ത കേൾക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, നടക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇല്ലാത്തൊരു വിഷയം എന്തേ ഉള്ളൂ? നിസ്കാരമല്ല. എല്ലാം ഉണ്ട്, എന്തല്ലാത്തെന്ന് വെച്ചാ നിസ്കാരമല്ല. അത് ആ തുടക്കം മുതലേ അങ്ങനെ ശീലിച്ച് മട്ടത്തിൽ പോന്നെങ്കിലേ
അതിനോടൊരു ഭക്തി കൽബിലുണ്ടാകുള്ളൂ, അല്ലാതെ അത് കഴിയൂല. അതുകൊണ്ട് ഒരൊറ്റ ഉപ്പയും ഒരൊറ്റ ഉമ്മയും അതിൽ എക്സ്ക്യൂസ് നൽകരുത്. ചെറുപ്പക്കാർ കളിച്ചോട്ടെ, കുറച്ചൊക്കെ കളിക്കേണ്ട നേരത്ത് കുറഞ്ഞ നേരമൊക്കെ കളിച്ചോട്ടെ. തിമർത്തുകൊണ്ട് നിസ്കാരം കളാക്കുന്ന ഒരു കളി അതൊരു മുസ്ലിമിന്റെ ശൈലിയല്ല, ഒരു മുസ്ലിമിന് പറ്റിയ മാർഗ്ഗമല്ല. പഠനം വരെ പറ്റൂല, എന്നിട്ടല്ലേ കളി. നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനം. മക്കളൊക്കെ പഠിക്കാൻ പോകുന്ന ഭൗതിക പഠനത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടോ? ഇരുന്ന് ചിന്തിച്ചോളണം. വിട്ടുവീഴ്ച അല്ലാഹു തആല തരുമെന്ന് ഒരു നിലക്കും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ആ വിഷയത്തിൽ. സ്കൂളിൽ പോകുന്ന പഠിക്കുന്ന കാലത്ത് ഉച്ചക്ക് ഊണിന് വിടുന്ന സമയത്ത് നമ്മളെ വാപ്പാന്റെ ഒക്കെ നിർദ്ദേശം, വാപ്പൊക്കെ മരണപ്പെട്ടുപോയി 10 വർഷത്തിലേറെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉപ്പാന്റെ ഒക്കെ നിർദ്ദേശം ഉച്ച ഊണിന് വിട്ടാൽ വീട്ടിൽ വന്ന് നിസ്കരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകണം. ഒരു ളുഹറും ആ വിഷയത്തിൽ മുടങ്ങിക്കൂടാ. കാരണം സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുമ്പോഴേക്ക് അസറിന്റെ വാങ്ങ് കൊടുത്തിട്ടുണ്ടാവും. ളുഹർ ആ പേരിൽ ഖളാക്കിക്കൂടാ. അങ്ങനെ പഠിപ്പിച്ചവർ ശീലമാക്കിയതാണ്. അങ്ങനെ തന്നെ ശീലാക്കി വളർത്തണം മക്കളെ. അതിന് സ്കൂളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു PTA കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചാൽ പെണ്ണുങ്ങളെ ഉന്തി വിടും. എല്ലാവരും സ്വഭാവമാണ്, പെണ്ണുങ്ങളോട് മാറ്റി പോയിക്കോ, ഏതായാലും കുറെ കാലയിലെ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കണ്, കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നന്നാക്കി പോയിക്കോ അറിയും. നമ്മളാ കട്ടിലുണ്ടാവും AC ഇട്ടിട്ട് ഒരു കാലുമേൽ കാലും കയറ്റിച്ച്, 3 കാലില്ലാത്തോണ്ടാ 2 കാല് കയറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു സ്റ്റൂളും വെച്ചിട്ടൊന്ന് മേലോട്ട് വെച്ച് ഞാനിപ്പോൾ ഏറ്റവും വലിയ രാജാവാന്നുള്ള ആൾക്ക് നല്ല കൂർക്കവും വലിച്ചങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. നമ്മൾ പോയിട്ട് കാര്യം ബോധിപ്പിക്കണം, പ്രയർ ഹാള് കൊടുക്കണം. ഇത്രയും മുസ്ലിങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ഒരു റൂം, നിസ്കാര റൂം, പള്ളിയൊന്നും ആക്കണ്ട, നിസ്കരിക്കാൻ സൗകര്യത്തിന് റൂം. അത് പിന്നെ എന്തിനും ഉപയോഗിക്കാൻ ആവശ്യമില്ലെങ്കിൽ. പെൺകുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കുറെ ദൂരം പോയിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ളുഹറും അസ്റും മഗ്രിബും ഒക്കെ പോവല്ലേ. ഇത് പഠിക്കണ്ടെന്ന് അറിയാൻ പറ്റുമോ? പഠിക്കണ്ടേ? കാലഘട്ടത്തിന് ആവശ്യമില്ല. നമ്മളെ മക്കൾ പഠിപ്പില്ലാത്തവരാൻ പറ്റുമോ? സംവിധാനങ്ങൾക്ക് പോയി ശബ്ദിക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എന്തെങ്കിലും 1-2 കലിമ പറയണം. നമ്മളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സ്കൂളിൽ ചോദിച്ചു നോക്കി, പേരൻസിന് ആരാ കൂടുതൽ വന്ന്? ഒരു 130 പേരൻസ് സ്കൂളിൽ വരണമെങ്കിൽ 129 പെണ്ണുങ്ങളായിരിക്കും. ഒരാണ് വന്നിട്ടുണ്ടാവും ചിലപ്പോ, ബറക്കത്തിന് കണ്ണീറട്ടൻ്റെ എഴുതിയിട്ട്. അങ്ങനെ പോരാ, നമ്മൾ പോകണം, വിഷയങ്ങൾ സംസാരിക്കണം. ആവശ്യമാണ് നമുക്കത്. ഈ പഠനം നമുക്ക് ആവശ്യമാണ്. സുന്നത്തായ ഒന്നല്ലേ പഠിക്കേണ്ടത്. അതിന്റെ പേരിൽ നിസ്കാരം കളാക്കി എന്നുള്ളൊരു കുറ്റം, ഒരു കേട് നമുക്ക് വരാൻ പാടില്ല. വൽ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ് ഭക്തന്മാർ. 4-മതായി അല്ലാഹു പറഞ്ഞു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഭക്തിയുള്ളവരാണോ നമ്മളവർക്ക് കൊടുത്തതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. നല്ല മാർഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിനൊക്കെ ചെലവഴിക്കുക. നല്ല നിലക്ക് കുടുംബം പോറ്റുക, നല്ല അന്തസ്സോടെ ജീവിക്കുക, റബ്ബ് പഠിപ്പിച്ച നല്ല മാർഗങ്ങളിലൊക്കെ ചെലവഴിക്കുക. അങ്ങനെ പടച്ചോനെ പേടിച്ച് ജീവിച്ചു കഴിയുന്ന ആളുകൾക്ക് വലിയ വാഗ്ദാനമാണ് അല്ലാഹു തആല നൽകിയത്. ഈ 4 അടയാളങ്ങളും അതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു അടയാളമാണ്. 1-മത്തെ അടയാളം അൽ മുഖ്ബിതീൻ. എന്ത് കാര്യത്തിലും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ, എന്ത് വിഷയത്തിലും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നവർ. അവർക്ക് പറഞ്ഞ അടയാളങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നൽകുമാറാകട്ടെ. ആ അടയാളങ്ങളിൽ ഓരോന്നും മുഖ്യമാണ്. അതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് റബ്ബിനെ പേടിക്കുന്ന ആളുകളാകണം.